ഹലോ, എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കൂട്ടുകാരെ, എന്താണ് എല്ലാവരും വിശേഷമൊക്കെ? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നലെ നമുക്കൊരു വേനൽമഴ കിട്ടിയിട്ടാ. ഓ, ഭയങ്കര സന്തോഷമായി. മിനിഞ്ഞാന്നൊന്ന് ചാറി വന്നെങ്കിലും ഇന്ന് നന്നായിട്ട് പെയ്തുട്ടാ. ഇന്നലെ നന്നായിട്ട് പെയ്തു. പിന്നെ അപ്പോൾ ഒന്ന് നല്ല സുഖമായിരുന്നിട്ടാ. ഇന്നലെ രാത്രി നല്ലൊരു തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ഭയങ്കര ചൂടാട്ടാ. ഇന്നലെ ആ ഒരു മഴ പെയ്തപ്പോൾ ഇന്ന് ഭയങ്കര ചൂടായി. അപ്പം നമ്മൾ രാവിലത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഒന്ന് കാണാം അല്ലേ. അപ്പോൾ ഞാൻ ചോറിനൊക്കെ വെള്ളം നല്ല മോട്ടർ ഇട്ടിട്ട് വെള്ളമൊക്കെ എടുത്തതാണ് കേട്ടോ. ചെമ്പൊക്കെ ഇന്നലെ പിന്നെ ഭയങ്കര ഒരു മടിയായിരുന്നു. അപ്പോൾ ചോറും ചെമ്പൊന്നും കഴുകിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് കഴുകിയും പിന്നെ ചെറുപയറൊക്കെ നല്ല വെള്ളത്തിൽ തന്നെ ഒന്നാണ്ട് കഴുകി ചെറുപയറൊക്കെ അടുപ്പത്ത് വെക്കുന്നുണ്ട്. അപ്പം ഇന്നലെ ഏട്ടൻ കൊടുന്നാട്ടാ നാടൻ മുരിങ്ങക്കായ അത് കെട്ടായിട്ട് ഇങ്ങനെ. അപ്പോൾ അത് മാങ്ങയും ചക്കക്കുരും ഒക്കെ ഇട്ടിട്ട് വെച്ചാൽ നല്ല ടേസ്റ്റാണല്ലോ, പരിപ്പൊക്കെ ഇട്ടിട്ട്. അപ്പം എന്നാൽ അതാണ് കേട്ടോ കറി. അപ്പോൾ അതിൻ്റെ മുന്നേ തന്നെ ഞാൻ പുട്ടും ചെറുപയറാണ്. അപ്പോൾ ആ ചെറുപയർ ഒക്കെ ഒന്ന് മുളകും പൊടി മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ടിട്ട് അതൊക്കെ ഒന്ന് വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നിന്ന് ആദ്യമായിട്ടന്ന് ഞാൻ ഫോൺ വയ്ക്കുന്നത് അടുക്കളയിലൊരു ഷോക്കേസിൽ താഴത്തേക്ക് വീണ് പൊട്ടോ ഒന്നും അറിയില്ല. പക്ഷേ ഈ ഭാഗത്ത് വെക്കുമ്പോൾ കുറച്ചും കൂടി ഒരു ഇത് തോന്നുന്നുണ്ട്. പക്ഷേ ഒരു ഭാഗം നമുക്ക് കിട്ടണുള്ളൂ കേട്ടോ. ഞാൻ പറയല നമ്മളെ ടൈപ്പോഡ് അടുപ്പത്തെ ഒന്ന് പൊട്ടി, പിന്നെ മറ്റത് ഒരു വലിയൊരു ഉറപ്പുള്ളതല്ല. പക്ഷെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകും. നമ്മളിപ്പോൾ കുറേ ട്രൈപ്പോഡൊക്കെ വാങ്ങിയിറക്കുന്നു കേട്ടോ. അങ്ങനെ പുട്ടുപൊടിയൊക്കെ ഒന്ന് നനച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഇതാണ് ഇട്ട് നമ്മളെ കറി വെക്കാനുള്ള പരിപ്പ് വെള്ളത്തിട്ട് വെച്ചിട്ടുണ്ട്. ഒരു തക്കാളി, പച്ചമുളക്, ഒരു 10-15 ചക്കക്കുരു, മുരിങ്ങക്കായ, മാങ്ങ എന്ന് പറഞ്ഞാൽ വെളുത്ത മൂവാണ്ടൻ്റെ ഒന്ന് ചെനച്ച മാങ്ങ വേണം കേട്ടോ. അപ്പോഴാണ് ആ കറി നല്ല ടേസ്റ്റ് കേട്ടോ. അപ്പം നമ്മളെ കുട്ടുമ്പോൾ രാവിലെ ഒന്ന് വരുള്ളൂ കേട്ടോ. പേടിയാണ് കേട്ടോ. നോക്കും, ഇടയ്ക്കിടയ്ക്ക് പുറത്തേക്ക് നോക്കുക, കാടൻ ഓടിച്ച് കൊണ്ടുപോവുകയാണ്. അപ്പോൾ ഞാൻ വന്ന വഴിക്ക് ഒന്നുമില്ല. അപ്പോൾ കുറച്ച് എല്ലൊക്കെ ഇട്ട് കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ ഓന് എപ്പോഴും മാറ്റി വെച്ച് കൊടുക്കണം കേട്ടോ. ഭയങ്കര പേടിയാണ്. അപ്പോൾ ഞാൻ ഓനെ അടുക്കളയ്ക്ക് ഇന്ന് വിളിച്ചിട്ട് അവിടെ ഞാൻ കുറച്ച് എല്ലൊക്കെ ഇട്ട് കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ അവിടെ നിന്ന് തിന്നുന്നുണ്ട്. അങ്ങനെ അപ്പോഴേക്ക് വെള്ളമൊക്കെ ഒന്ന് തിളച്ചപ്പോൾ ഞാൻ അരിയൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ കൂട്ടുകാരെ. നിങ്ങളെയൊക്കെ ആ ഒരു സപ്പോർട്ടിൽ ഇങ്ങനെ പോകാൻ കേട്ടോ നമ്മൾ. അമ്മ ക്യാമറ അച്ഛനൊന്നും വിൻറ്റേജ് കണ്ടില്ല കേട്ടോ. വിൻറ്റേജ് പശുവിൻ്റെ വെള്ളം കൊണ്ട് ഒഴിച്ചിട്ടൊക്കെ പോയിട്ടാ. അപ്പോൾ രാവിലെ ഒരു തിരക്കാണല്ലോ എല്ലാ വീട്ടമ്മമാർക്കും. വിൻറ്റേജിലെ ഹസ്ബൻഡിന് പോകണം, മോൾക്ക് പോകണം. അപ്പോൾ അതിനൊരു തിരക്കൊക്കെ അതിനും ഉണ്ട് കേട്ടോ. അങ്ങനെ അരിയൊക്കെ ഇട്ട് പയറൊക്കെ അടുപ്പത്ത് വെച്ചിട്ട് പൊടിയൊക്കെ നനച്ച് വെച്ചിട്ട് പിന്നെ ഞാൻ മുറ്റടിയും മുൻവശമൊക്കെ ഒന്ന് തുടക്കിയാണ് കേട്ടോ. അപ്പോൾ ആ മുൻവശം അതൊക്കെ നമ്മൾ കുഞ്ഞിനാളിലേ പഠിച്ചില്ല കേട്ടോ. നീച്ച മുൻവശം ഒന്ന് ഉമ്മറൊക്കെ തുടയ്ക്കണം എന്നൊക്കെ. അപ്പോൾ ആ ഒരു ഇത് ഞാൻ ഇന്നും ചെയ്തു പോരുക കേട്ടോ. അപ്പോൾ മുറ്റടിയൊക്കെ ഉണ്ട് കഴിഞ്ഞാൽ ഉമ്മറ ഒന്നാട് തുടക്കി വിട്ടാൽ അതൊക്കെ പിന്നെ അടുക്കളയിലത്തൊക്കെ കഴിഞ്ഞ് സാവധാനം കേട്ടോ. അടുക്കളയൊക്കെ അകങ്ങളൊക്കെ തുടക്കിയുള്ളൂ. പക്ഷേ എന്നും തുടക്കി വിട്ടാ. നമ്മൾ ഭക്ഷണം കഴിച്ചില്ലെങ്കിലും ഈ തുടച്ചില്ലെങ്കിൽ ഭയങ്കര ഒരു ഇടങ്ങറാട്ടാ. അപ്പോൾ പിന്നെ നല്ല പൊടിയല്ലേ ഇപ്പോൾ. അപ്പോൾ എന്നും തുടയ്ക്കും. പിന്നെ മേലെയൊന്നും എന്നൊന്നും തുടക്കില്ല കേട്ടോ. ആഴ്ചയിൽ 2 ദിവസമൊക്കെ തുടയ്ക്കുള്ളൂ. അങ്ങനെ പിന്നെ ഇപ്പോൾ വെള്ളത്തിനൊക്കെ ഒരു ക്ഷാമൊക്കെയാണല്ലോ പൊതുവേ. അപ്പോൾ ആ തുടച്ച വെള്ളമൊക്കെ നമ്മൾ ചെടിക്കും ഓരോന്നിൻ്റെയും കറക്കിക്കാണ്ട് ഒഴിച്ചു കൊടുക്കൂട്ടാ. വെറുതെ വേസ്റ്റാക്കിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ഒഴിക്കില്ല. ഭയങ്കര ഒരു ഇനിയിപ്പോൾ ഇനിയിപ്പോൾ വരാൻ പോകണമെന്ന് ഒന്നും മനസ്സിലായില്ല കേട്ടോ. മനസ്സിലാവണമില്ല. എന്താ വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം പഞ്ചായത്തിൻ്റെ വെള്ളമൊക്കെ കുറേ വാങ്ങിയിട്ടാ. തീരെ അമ്പണ്ട് കിണറ്റിൽ വെള്ളം ഇല്ലാതെയായി. പക്ഷെ അങ്ങനെയൊന്നും ആവല്ലേന്ന് വിചാരിക്കട്ടാ. ആ ഒരു അന്ന് പിടിപെട്ട ആ ഒരു ബാക്ക് പെയിൻ ഇപ്പോഴും അത് വിട്ടുപോയില്ല കേട്ടാ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പം ഇന്ന് ഒരു മൂടിക്കെട്ടൊക്കെയാണ് കേട്ടോ. പക്ഷേ അതുകൊണ്ട് തന്നെ നല്ല ചൂടും ഉണ്ട് കേട്ടോ അത്യാവശ്യം. അങ്ങനെ പുട്ടിൻ്റെ പൊടിയൊക്കെ നനച്ച് വെച്ചിട്ടുണ്ട് പറഞ്ഞല്ലോ. അങ്ങനെ കുറച്ച് നാളികേരമൊക്കെ ചിരകി നമുക്ക് അതൊക്കെ ഒന്ന് നിറച്ച് വെക്കണം. അപ്പോൾ കുറച്ച് നാളികേരം ചിരകിയത് ഉണ്ടായിരുന്നിട്ടാ. അപ്പോൾ അതെടുത്തിട്ട് ഞാൻ പുട്ടൊക്കെ നിറച്ച് വെക്കുകയാണ്. ഇന്നലത്തെ ബാക്കിയായത് ഞാൻ ഫ്രിഡ്ജിലേക്ക് വെച്ചതായിരുന്നു. അപ്പം ഇന്ന് നമുക്ക് നാളികേരം മുരിങ്ങക്കായയിലേക്ക് നാളികേരം വേണമല്ലോ. പിന്നെ ചെറുപയർ കറിക്ക് വേണം. അപ്പോൾ എന്തായാലും ഒരു നാളികേരം ഉടച്ചിട്ട് അത് മുഴുവനായിട്ട് ചിരകണം കേട്ടോ. അപ്പോൾ നാളികേരമൊക്കെ ഞാൻ ഉടച്ച് വെച്ചിട്ടുണ്ട്. 2-3 നാളികേരം പൊളിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഭയങ്കര തേങ്ങയൊന്നും കുത്തിയാലും കിട്ടണില്ല കേട്ടോ. ഒക്കണ്ട് ഉണങ്ങിയിട്ട് തേങ്ങയമ്മണ്ട് പിടിച്ചിട്ട് ഇപ്പം ഈ കല്യാണമായിട്ടിട്ട തേങ്ങ ഒക്കെ ഉണങ്ങി മലരായിട്ടാ. തേങ്ങ ഒന്നും പൊളിക്കാനൊന്നും കിട്ടണില്ല.
അപ്പോൾ വഹിക്കുമ്പോൾ 2-3 കണ്ട് പൊളിച്ചേക്കും കിട്ടാ. അപ്പോൾ പിന്നെ നമുക്ക് ആവശ്യങ്ങൾക്ക് എടുത്തിട്ടാണ്ട് ചിരകിയാൽ മതിയല്ലോ. ഈ തേങ്ങ ചിരകുക പൊളിക്കുക അത് വലിയൊരു ടാസ്ക്കാണ് കേട്ടോ. അപ്പോൾ പിന്നെ ചിലപ്പോൾ വിചാരിക്കും തലേദിവസം കുറച്ചുകൊണ്ട് ചിരകി വെച്ചെങ്കിലോ എന്നൊക്കെ വിചാരിക്കും കേട്ടോ. അപ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും മീൻ ഉണ്ടെങ്കിൽ അത് നന്നാക്കി വയ്ക്കാനും പാത്രങ്ങൾ കഴുകാനും പിന്നെ കുറച്ച് നേരം ഞാൻ ഈ രാത്രി ആട്ട കൂട്ടുകാരെ വീഡിയോ ഒക്കെ കാണാനും ഇതിനൊക്കെ ഇരിക്കുക. അപ്പോൾ പിന്നെ ഇതൊക്കെ കഴിഞ്ഞ് വരുന്നതിന് പിന്നെ ഭയങ്കര മടിയാവും കേട്ടോ. അപ്പം അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ. അപ്പം അങ്ങനെ പുട്ടൊക്കെ ഞാൻ നിറച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിലിടയ്ക്ക് നമുക്ക് നാളികേരം ഞാൻ ചിരകി രണ്ടിക്കും കൂടി കണ്ട് അരച്ചിട്ടാണ്. ചെറുപയർ കറിക്കും മുരിങ്ങക്കായയിലേക്കും രണ്ടിലേക്കും ഒരേ തന്നെ വേണമല്ലോ, ഒന്നും ചേർക്കൊന്നുമില്ല. മുരിങ്ങക്കായയിലൊന്നും ഞാൻ ജീരകം അങ്ങനെയുള്ള ഒന്നും അരക്കില്ല കേട്ടോ. അപ്പോൾ ആ മുരിങ്ങക്കായ കറിയുടെ ടേസ്റ്റ് തന്നെയാണ് മാറും. അങ്ങനെ മുരിങ്ങക്കായൊക്കെ ഒന്ന് മുറിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ അപ്പൂന് മോനോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മോനെ അപ്പൂനെ ഒരാഴ്ചയായിട്ട് ഇറക്കിയിട്ട്. അപ്പോൾ അപ്പൂനൊരു ചങ്ങല മേടിക്കണമെന്ന്. അപ്പോൾ മോൻ ഇന്നലെ 375 രൂപയായി പറഞ്ഞിട്ടാ. വലിയ ചങ്ങല തന്നെ, നമുക്ക് കയ്യിലിങ്ങനെ പിടിക്കാൻ അങ്ങനെ പൊന്തില്ല, അങ്ങനത്തെ അത്രയും വലിയൊരു ചങ്ങല തന്നെ അവന് കൊടുന്നിട്ടാ. എന്നിട്ട് ഇന്നലെയൊക്കെ ഇറക്കി. ഇപ്പം ഇന്ന് നല്ല വെയിൽ ഓനെ കെട്ടണ ഭാഗത്ത്, പിന്നെ നല്ല ചൂട്, ഒരു പുഴുക്കം. പിന്നെ ഇന്നലെ ആ മഴ പെയ്ത് ആ നിലത്തൊക്കെ കെടുക്കാനൊക്കെ ഓൻ എന്തോ ഒരു അസ്വസ്ഥത കേട്ടാ. അപ്പോൾ ഭക്ഷണമൊക്കെ കഴിക്കൽ കഴിഞ്ഞപ്പോൾ ഒരു ശബ്ദം ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ വലിയ. അപ്പം ഞാൻ വേഗം ഓനെ അയച്ചിട്ട് മേലേക്ക് കൊണ്ടുപോയപ്പോൾ വേഗം നടന്നു പോയി മേലേക്ക്. അവിടെ പോയപ്പോൾ അവിടെ സുഖമായിട്ട് കിടന്നുറങ്ങുന്നുണ്ട്. അപ്പോൾ ഈ വെയിലിൻ്റെ ചൂട് ഓനും പറ്റണില്ല കേട്ടാ. അങ്ങനെ ചെറുപയർ കറിയിൽ കുറച്ച് നാളികേരമൊക്കെ അരച്ച് ഒന്ന് തിളച്ചാലും നമുക്ക് ഒന്ന് വറവിടണം. അപ്പോൾ ഈ ചായയൊക്കെ തിളച്ചിട്ട് അപ്പോൾ വേഗം ആയൊരു കണ്ട് കൊടുക്കാമല്ലോ തിരക്കുള്ളവർക്ക്. ഉണക്കമുളക് എപ്പോഴും വിചാരിക്കും കേട്ടോ വാങ്ങിക്കണം എന്ന്. ഇതിലൊക്കെ പച്ചക്കറിയിലൊക്കെ ഒന്ന് ഉണക്കമുളകൊക്കെ പൊട്ടിച്ചിട്ടാലൊരു ഇതാണ്. അപ്പോൾ പിന്നെ എപ്പോഴും മറക്കും. അപ്പോൾ കറിവേപ്പിലയും കടുകും തന്നെ പൊട്ടിച്ചിട്ട് അതിലേക്കൊന്ന് ഒഴിച്ചിട്ടാ. അപ്പോൾ പിന്നെ ചോറ് ഞാൻ കുറുവരി തന്നെയാണ് ഊറ്റിയെടുക്കണത്. എന്താ വെച്ചാൽ കുറച്ച് കുറുവരി തന്നെ ചോറ് കുറച്ച് ബാക്കിയുണ്ട് കേട്ടോ. എന്നാലേ എന്തോ കുറച്ച് ബാക്കിയായി. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ആ ചോറ് ഇന്ന് അപ്പൂനെ കണ്ട് തിളപ്പിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ ചോറ് വെച്ച് ആ ചെമ്പിൽ തന്നെ ആ വെള്ളത്തിലിട്ടിട്ട് ഒന്നാട് തിളപ്പിക്കാമല്ലോ വെച്ചിട്ട് ഞാൻ പിന്നെ അത് ചോറുണ്ട് ഊറ്റിയെടുക്കുക കേട്ടോ. രാത്രിക്കുള്ളതും ഉച്ചക്കൽക്കുള്ളതും. അങ്ങനെ നമ്മളെ ചക്കക്കുരും പരിപ്പും തക്കാളിയൊക്കെ കൂടിയിട്ട് അത് വെന്ത് കിടക്കണേലേക്ക് മുരിങ്ങക്കായ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിലൊരു പച്ചമുളക് ഞാൻ മുറിച്ചിടാൻ വേണ്ടിയിട്ട് വെച്ചതായിരുന്നു കേട്ടോ. അതിലേക്ക് വീണ്. അപ്പോൾ അതെടുത്തിട്ടൊന്ന് വീണ്ടും മുറിച്ചിട്ട് കൊടുത്ത്. പിന്നെ ഇതേപോലെ ഒന്ന് ചെനച്ച മാങ്ങട്ടാ. ഇങ്ങനത്തെ മുരിങ്ങക്കായയിൽ ഇങ്ങനത്തെ ഒന്ന് ചെനച്ച മാങ്ങ ഇട്ടിട്ടൊന്ന് വെച്ച് നോക്കിയിട്ടാ. അടിപൊളി ടേസ്റ്റാട്ടാ. അത് എടുത്ത് കഴിക്കാനും നല്ല രുചി തന്നെ. ഇനി അത് ഒന്ന് വെന്ത് വരുമ്പോൾ നമുക്ക് അതിലേക്ക് നാളികേരം ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഏട്ടൻ്റെ ഒപ്പം ചായ കുടിക്കാൻ പറ്റിയില്ല കേട്ടോ അന്ന്. ഞങ്ങൾ രണ്ടാളും ഒപ്പം കുടിക്കുക മേശമ്മ പോയിരുന്നത്. പക്ഷേ ആ സമയത്തേക്ക് പറ്റിയില്ല. അപ്പോൾ എനിക്ക് തോന്നി മലപ്പുറത്ത് പോയി ഇരുന്നിട്ട് പൂച്ചാളിയും കോഴിയാളെയൊക്കെ കണ്ടിട്ട് എന്നാൽ ചായ കുടിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ വടക്കോർത്ത് വന്നിരുന്നിട്ട് നമ്മൾ ആ കുടിക്കുന്ന ആ സമയം ഒന്നിട്ട് തെറ്റിയാൽ പിന്നെ ഒരു വിശപ്പില്ലാത്ത പോലെ കേട്ടാ. അങ്ങനെ വടക്കോർത്തൊക്കെ വന്നിട്ട് പിട്ടും ചെറുപയറൊക്കെ കൂടിയിട്ട് അങ്ങനെ അവിടെ ഇരുന്നിട്ട് പതുക്കെ കഴിച്ചു കിട്ടാ. പിന്നെ ഞാൻ ഈ കിളിമീനാട്ടാ ഇന്നലെ നന്നാക്കി വെച്ചതായിരുന്നു. ഇവിടെ ഏട്ടൻ മാത്രമേ കഴിക്കുള്ളൂ കേട്ടാ. ഞങ്ങൾക്ക് മോനൊന്നും ഇഷ്ടമൊന്നുമല്ല. അങ്ങനെ മുരിങ്ങക്കായൊക്കെ വന്നപ്പോൾ അതിലേക്ക് നാളികേരം അരച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ അതൊന്ന് ഉലുവ കടുക് കറിവേപ്പില ഒക്കെ പൊട്ടിച്ചിട്ട് അതൊന്ന് വറവിടണം. അപ്പോൾ നമ്മളെ കറിയുടെ പരിപാടിയൊക്കെ ഉണ്ട് കഴിയും കേട്ടോ. അപ്പോൾ ഒരു 4 പപ്പടം ഉണ്ട്, അതൊന്ന് കാച്ചിയിട്ട് വേണം മീനൊന്ന് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഇന്നലെ ഇടേണ്ട വീഡിയോ കേട്ടോ. അപ്പോൾ അതിലിടയ്ക്ക് ഞാൻ ആ ഇന്നലെ കോഴിയുടെ ഒരു വീഡിയോ അല്ലേ ചെയ്തത്. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ഇതുണ്ട് വോയിസ് കൊടുക്കാൻ എന്താണെന്നുള്ളൊരു മറന്നു പോയിട്ടാ. അപ്പം നമുക്ക് പിന്നെ കാണുമ്പോഴാണ് അറിയണുള്ളൂ എന്താന്ന്. അപ്പോൾ അതാണ് ഒന്നിങ്ങനെ സ്റ്റോപ്പായിട്ട് ഇങ്ങനെ പോകണത് കേട്ടാ. അങ്ങനെ നമ്മളെ കറിയൊക്കെ ഒന്ന് താളിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടാ. നല്ല സൂപ്പർ കറിയായിരുന്നു കേട്ടോ. ഈ ഒരൊറ്റ കറി മതി കേട്ടോ. ഈ നാടൻ മുരിങ്ങക്കായ ഒരു പ്രത്യേക രുചി തന്നെയല്ലേ. കുറേ നമുക്ക് അതിൽ തിന്നാനില്ലെങ്കിലും പക്ഷേ ഒരു രക്ഷയില്ല അല്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടാ മുരിങ്ങക്കായും ചക്കക്കുരുവും ഒക്കെ. ഇപ്പോൾ ചക്കക്കുരുവിനൊന്നും ക്ഷാമമില്ല കേട്ടാ. പിന്നെ ഇന്നലെ
മഴ പെയ്തല്ലോ. മിഞ്ഞാന്ന് രാത്രി ഭയങ്കര കാറ്റായിരുന്നു കേട്ടാ. രാവിലെ ആകുമ്പോഴേക്ക് 2 ചക്കയൊക്കെ വീണ് കിടന്നിരുന്നു. അപ്പം ഞാൻ ബേക്കറിയിൽ നിന്ന് കുറച്ച് ഉള്ളിത്തോലും കേബേജിൻ്റെ തൊലിയൊക്കെ കൂടി കൊടുന്നതാണ് കേട്ടാ. അതൊക്കെ നമ്മളെ വഴുതനങ്ങയ്ക്കും നമ്മളെ വെറുതെ പടുമുള മുളച്ചിട്ടൊരു കുമ്പളത്തൈ ഉണ്ടായിരുന്നു. അത് ഞാൻ പറിച്ച് വെച്ചിട്ട് നല്ല രീതിയിൽ പോണുണ്ട് കേട്ടാ. കായ ഉണ്ടാവുമോ ഇല്ലയെന്നൊന്നും അറിയാൻ പറ്റില്ല. ഇല്ലെങ്കിൽ നമുക്ക് പൊട്ടിക്കല്ലെങ്കിൽ. അപ്പോൾ അതിൻ്റെയൊക്കെ കിടയ്ക്ക് ഞാൻ കുറേശ്ശെ ഈ മറ്റേ തൊലി ഒക്കെ ഇട്ട് കൊടുക്കാൻ കേട്ടാ. അപ്പോൾ അന്ന് ഗുരുവായൂർ മാരേജ് സർട്ടിഫിക്കറ്റ് മേടിക്കാൻ വേണ്ടി മോളായിട്ട് പോയപ്പോൾ അവിടുന്ന് മോള് വാങ്ങിച്ചതാണ് കേട്ടത്. അപ്പോൾ അതിൽ നിന്നൊരു 3 തൈ ഈ വഴുതനങ്ങ, അത് പച്ച നീളമുള്ള വഴുതനങ്ങയെന്ന് കണ്ടാൽ തന്നെ അറിയുന്നുണ്ട് കേട്ടാ. അപ്പം നമ്മൾ അജി ചേച്ചിയുടെ അവിടെ നിന്ന് കുറച്ച് സ്ലറിയൊക്കെ കൊടുന്ന് ഒഴിച്ചപ്പോൾ ഒക്കെ നല്ല ഉഷാറായിട്ട് വരുന്നുണ്ട് കേട്ടാ. ഇതിനൊക്കെ ഒഴിക്കാനുള്ള വെള്ളം വറ്റാതെ ഇരുന്നാൽ മതിയായിരുന്നു. അങ്ങനെ വയലറ്റ് വഴുതനങ്ങ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഇനി മഞ്ഞ നിറം പോലെയാവും. അപ്പോൾ അതൊക്കെ ഒന്ന് പൊട്ടിച്ചെടുക്കുകയാണ്. അപ്പോൾ നാളെ നമുക്കൊരു സാമ്പാർ വയ്ക്കാമല്ലോ. കോഴി മുട്ട അരവാണ് കേട്ടോ. ഒന്നുണ്ട് ഒരാളുണ്ട് വെക്കുമ്പോഴത്തേന് വരെ എല്ലാവരും കൂടിയിട്ട് കൂട്ടായിട്ട് അവിടെ കൂട്ടക്കരച്ചിലാണ് കേട്ടോ. അങ്ങനെ ആ വഴുതനങ്ങയൊക്കെ പൊട്ടിച്ച് പിന്നെ നമ്മളെ മുറ്റത്ത് 2 മുളകൊക്കെ ആകെ ഇങ്ങനെ പൂവില്ല കായും ഇല്ലാതെ ഇങ്ങനെ നിൽക്കിയിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ കൊമ്പുകൾ ഞാനൊന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കുക കേട്ടോ. ചിലപ്പോൾ ഒരു പക്ഷേ ഒന്ന് തൂമ്പൊക്കെ വന്നിട്ട് ചിലപ്പോൾ പൂവും കായൊക്കെ ചിലപ്പോൾ ഉണ്ടാവാൻ സാധ്യത ഉണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും വെള്ളച്ചിട്ട് മൊത്തത്തിലാണ്ട് കട്ട് ചെയ്ത് വിട്ടുക. അങ്ങനെ 2 മുളകുണ്ടായിരുന്നു. 2ഉം അതേപോലെ കട്ട് ചെയ്ത് വിട്ടുകൊടുത്തു. പിന്നെ മുൻവശത്തെ മുളക് വേപ്പ് ആകെ ഇലയൊക്കെ കേട് വന്നിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ അതൊക്കെ ഒന്നുകൊണ്ട് വെട്ടി വിടണം. പിന്നെ കുറച്ച് എന്തെങ്കിലും അതിലേക്ക് അടിച്ചു കൊടുക്കണം കേട്ടോ. അപ്പം നാളെ കൃഷിഭവനിൽ നിന്ന് ഞാൻ ഒരു കീടനാശിനി വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. കായുള്ളതിനൊന്നും അടിക്കരുത്, ഇതേപോലെ ഉള്ളതിനൊക്കെ അടിക്കാൻ പറ്റുന്ന ഒരു മരുന്നാണ് കേട്ടോ. അപ്പോൾ അത് വെട്ടിയിട്ട് കൊടുത്തുനിന്ന് മരുന്ന് അടിച്ചു കൊടുത്തില്ല, വൈകുന്നേരത്ത് അടിച്ചു കൊടുക്കുക വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് വെട്ടിയെടുത്ത ഇല ഒക്കെ ഞാൻ കുറച്ച് വിൻറ്റേജിക്കും കൊടുത്ത് കുറച്ച് ഞാനും കൊടുത്തിട്ടാണ്. നല്ല ഇല നോക്കിയിട്ട് നമുക്ക് എടുക്കാമല്ലോ. കാരണം ഇതിലിപ്പോൾ മരുന്നടിക്കും അങ്ങനെയുള്ളതൊന്നും ചെയ്തില്ലല്ലോ. അപ്പോൾ അങ്ങനെ അതിൽ നിന്ന് നല്ല ഇലയൊക്കെ ഞാൻ കഴുകിയിട്ട് ഞാൻ ഒരു ബോക്സിലിട്ട് വെച്ച് കുറച്ച് വിൻറ്റേജിക്കും കൊടുത്തിട്ടാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് വെട്ടി റെഡിയാക്കുന്നുണ്ട്. പിന്നെ ഞങ്ങളെ മുൻവശത്തുള്ള അത്ത തന്നതാട്ടോ ഒരു മുല്ല. കുറേ ആയിട്ട് ഇങ്ങനെ നിൽക്കണതാണ്. അപ്പോൾ ഇപ്പോൾ ഒന്നിങ്ങനെ നനച്ചു കൊടുത്തപ്പോൾ നല്ല തൂമ്പൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതും ഒക്കെ ഒന്നാണ്ട് വെട്ടിയിട്ട് വിട്ടാൽ വേണ്ട നല്ല മുട്ടൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതുമേലും ഇതുപോലെ തളിര് വരാത്ത കുറച്ച് ചില്ലകളൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്നാണ്ട് വെട്ടിയിട്ടാൽ അതുമേലൊക്കെ നല്ല തൂമ്പ് വന്നിട്ട് മുല്ലപ്പൂവൊക്കെ ഉണ്ടാവും കേട്ടോ. അതും ഒരു പ്രത്യേക മണമാണ് കേട്ടോ ഈ മുല്ലപ്പൂവ്. അപ്പം ഒന്ന് കത്രിക കയ്യിലെടുത്താൽ പിന്നെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഉണ്ടാവും കേട്ടോ. വെട്ടി ഒക്കെ കളഞ്ഞ് നല്ല കുറച്ച് തടമൊക്കെ ഉണ്ടാക്കി കല്ലൊക്കെ ഒന്ന് ചുറ്റുപോറം വെച്ച് കുറച്ച് ചാണകപ്പൊടിയൊക്കെ ഇട്ടിട്ട് നനച്ച് കൊടുത്തിട്ടാണ്. കല്ലൊന്നും വെച്ചില്ല വെച്ചെങ്കിൽ കോഴി ചാണകപ്പൊടിയൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ 4 പത്തിക്കും ചിക്കി അത് പിന്നെ പരത്തിയിടും. അപ്പോൾ അതൊക്കെ ഒന്നാണ്ട് നനച്ച് കൊടുത്ത് ഇപ്പോൾ ഒരു പച്ചമുളകിനൊക്കെ ക്ഷാമമായിട്ടാണ്. ഇനി തയ്യൊക്കെ പാവിയിട്ടുണ്ട്. അപ്പോഴേക്ക് പഴയതുണ്ടാ ചിരട്ടുണ്ടാന്നൊക്കെ ചോദിച്ചിട്ട് മുൻവശത്ത് ആരോ വന്നപ്പോൾ ജോലി ഭയങ്കര കുറയട്ടെ. അപ്പം ഞാൻ പോയിട്ട് ചിരട്ടയൊന്നും ഇല്ല എന്ന് പറഞ്ഞു. ചിരട്ട കുറച്ചുണ്ടായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരെണ്ണാച്ചി കൊണ്ടുപോയല്ലോ. അങ്ങനെ കുറച്ച് ചാണകപ്പൊടിയൊക്കെ ഇട്ടിട്ട് ഒന്ന് നനച്ച് കൊടുക്കട്ടെ. അപ്പോൾ ഒന്ന് ഉഷാറായി. പിന്നെ അന്നൊരു ദിവസം കല്യാണം പറയാൻ പോയി വരുമ്പോൾ റോട്ടിലേക്ക് ഇങ്ങനെ ഞാന്നിട്ടുള്ള ഒരു കടലാസ് പൂവിൻ്റെ ഒരു കമ്പ് വെച്ച് പിടിപ്പിക്കുക കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഒക്കെ തൂമ്പ് വരുന്നുണ്ട്. അപ്പോൾ എല്ലേനും വേപ്പിനും എല്ലേനും ഒക്കെ ഒന്ന് നനച്ച് കൊടുക്കുക കേട്ടോ. ഈ കറ്റാർവാഴയൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ മേലെ. അപ്പോൾ മോളില്ലല്ലോ, വലിയ ചിലവും കാര്യങ്ങളൊന്നും ഇല്ലാതെ അങ്ങനെ, എന്നാലും ഞാൻ നനച്ച് കൊടുക്കും കേട്ടോ എല്ലേനും. അങ്ങനെ എല്ലേനും ഒക്കെ ഒന്നാണ്ട് നനച്ച് കൊടുത്തിട്ടാ. രാവിലെ നനച്ചാലും വൈകുന്നേരം ആകുമ്പോഴത്തേനും ഭയങ്കര ഒക്കെ കരിഞ്ഞ് നിൽക്കുന്നുണ്ടാവും കേട്ടോ. ഈ വേപ്പൊക്കെ ഒന്ന് മണ്ണിലേക്ക് വെച്ച് കൊടുക്കണം. അങ്ങനെ പിന്നെ വൈകുന്നേരത്ത് ഞാൻ ബേക്കറിയിൽ നിന്നൊരു പാക്കറ്റ് ബ്രെഡ് വാങ്ങിച്ചു കേട്ടോ. അപ്പോൾ ഒരു മുട്ട പൊട്ടിച്ച് ഒഴിച്ചിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഉപ്പും കുരുമുളകും കൂടി ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കുകയാണ് കേട്ടോ.
എന്നിട്ട് ബ്രെഡ് ഒന്ന് മുക്കി പൊരിച്ച്. അപ്പോൾ ചായയിലേക്ക് ഇന്ന് വൈകുന്നേരത്തിന് ബ്രെഡ് മുക്കി പൊരിച്ചു സോസൊക്കെ കൂട്ടിയിട്ടൊക്കെ കഴിച്ചു കൂട്ടാ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ വൈകുന്നേരം വരെയുള്ള കുറച്ച് വിശേഷങ്ങളാട്ടാ. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവുകയാണ് വെച്ചെങ്കിൽ കൂട്ടുകാരെ ഒന്ന് ലൈക്കൊക്കെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യട്ടാ. നിങ്ങളൊരു സപ്പോർട്ട് കൊണ്ട് മാത്രമായിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. അങ്ങനെ ബ്രെഡൊക്കെ പൊരിച്ചിട്ട് എല്ലാവരും ചായ കുടിച്ച് പിന്നെ കേക്കും കുറച്ച് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നിട്ടാ. രാവിലെയൊക്കെ എണീച്ചിട്ട് ചിങ്ങ പൂച്ചാളൊക്കെ കൂടിയിട്ട് വരും കേട്ടോ എന്തെങ്കിലും കിട്ടാം. അപ്പോൾ ഒന്നുമില്ല ചിങ്ങ ഞാനിത് ഇന്നൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു കേക്കാ ബ്രെഡാ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ചിക്കൻ്റെ എല്ലാം എന്തെങ്കിലുമൊക്കെ ഒന്ന് കൊടുക്കണം കേട്ടോ അവർക്ക്. അപ്പം ഞാൻ ഈ വാതിൽ തുറക്കാൻ വേണ്ടിയിട്ട് അവരിങ്ങനെ കാത്തു നിൽക്കൂട്ടാ. അങ്ങനെ ബ്രെഡൊക്കെ പൊരിച്ച് കട്ടൻ ചായയൊക്കെ ഉണ്ടാക്കി ചായയൊക്കെ കുടിച്ചിട്ടാ. അപ്പൂൻ്റെ ഇതാണ് കേട്ടാ ചങ്ങല അടിപൊളി കുളത്തൊക്കെ ആയിട്ട് വേഗമൊന്നും പൊട്ടില്ല കേട്ടാ. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾക്ക് ഇത്രയേ ഉള്ളൂ. മറ്റൊരു വീഡിയോയുമായി നാളെ വരാം. ഓക്കെ ബായ്.